ഹലോ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്നൊരു പുതിയ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ പല പ്രാവശ്യം ഞാൻ ഇവിടെ ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണ്. അപ്പം നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ചു. അപ്പോൾ പിന്നെ തീയലുണ്ടാക്കാം. ഞാൻ അരിഞ്ഞെടുക്കട്ടെ, ആദ്യം അത് കാണിക്കാവേ എങ്ങനെയാണ് അരിയണേന്ന്. വെണ്ടയ്ക്കയും തക്കാളിക്കയും കൂടെ സാമ്പാറിന്റെ കഷ്ണം അരിയുന്നത് അല്ലേ? വെണ്ടയ്ക്ക എനിക്ക് കണ്ണിന് ഒരു മൂടൽ പോലെ അതിനകത്തേക്ക് നോക്കിക്കൊണ്ട് നിന്നിട്ട് ക്യാമറയിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് നിന്നിട്ട് വെണ്ടയ്ക്കകത്ത് പുഴുണ്ടോന്ന് പോലും കാണാൻ മേല. നോക്കിക്കോണേ ഉണ്ടോന്നേ. അമ്മ വെണ്ടയ്ക്ക ഫുൾ അരിഞ്ഞു കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് തക്കാളിക്ക് അരിയാം. തക്കാളിക്കയുടെ ഇവിടെ ആദ്യമേ നല്ലപോലെ ചെത്തിക്കളയണം കണ്ടോ. അവര് പറയുന്ന ഇത് വിഷമൊക്കെ അടിച്ചാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ ഞെട്ടിന്റെ ഭാഗത്ത് ഒത്തിരി വിഷം കയറും എന്നാണ് പറയുന്നത്. അപ്പൊ അവിടെ കുറച്ച് ചെത്തിക്കളഞ്ഞാല് നമുക്കത് അധികമില്ലാതെ കഴിക്കാം. എന്നാലും വിഷമുണ്ട്. കൊള്ളാം. ഈ ഒരു വലുപ്പത്തിലാണ് ഇത് വരേണ്ടത്. ഇപ്പം നമ്മൾ ഇനി അതിനെ വറക്കാൻ പോവാണ്. ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് എണ്ണ ഒഴിക്കുകയാണേ. ഈ പാനും വെണ്ടയ്ക്ക അതിലേക്ക് ചേർത്ത് കൊടുക്കും. കൊഴുപ്പൊക്കെ മാറി കിട്ടിയാൽ മതി. കുറച്ച് ഇതിൻ്റെ കൊഴുപ്പ് മാറുന്ന വരെ നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പം നമ്മുടെ വെണ്ടയ്ക്ക നല്ല അടിപൊളിയായിട്ട് സെറ്റ് വരുന്ന ആദ്യം കണ്ടോ, കൊഴുപ്പെല്ലാം മാറി കിട്ടിയത്. ഇതിനെ ഒതുക്കി വെച്ചോണ്ട് തക്കാളിക്ക് ഇട്ട് വഴറ്റാം. തീ കുറച്ച് ലാസ്റ്റ് ആൾ ഓഫ് ആക്കി കേട്ടോ. എന്നിട്ട് തക്കാളിക്ക് ഇട്ടിട്ട് സൗണ്ട് കേട്ടില്ലെന്ന് അവരോട് നോക്കുമ്പോഴാണ് സാധനം മനസ്സിലാവുന്നത്. ചൂട് കേട്ടില്ലേ? ഇനിയിപ്പോ തക്കാളിക്കയും കൂടെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഒത്തിരി വഴറ്റൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന്. അപ്പൊ ഇത് ഈ ഒരു റെസിപ്പി നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിലും ഇതിന് മുമ്പ് ഇത് കഴിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾ പറയണം കേട്ടോ. നമ്മൾ ഉണ്ടാക്കുന്ന തീയലാണ്, തക്കാളിക്കയും വെണ്ടയ്ക്കയും കൂടെയുള്ള തീയൽ. അപ്പൊ ഈ കാണുന്നതിന്റെ ഇടയ്ക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബും ചെയ്ത് ലൈക്കും ചെയ്ത് ഷെയറും ചെയ്ത് നിങ്ങളെ ഒന്ന് സഹായിക്കുക. അതെ. അപ്പൊ നമ്മൾ ഇതുപോലത്തെ വെറൈറ്റി ഡിഷസ് ഒക്കെ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് വരുന്നതായിരിക്കും അല്ലേ? ചട്ടിയിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കുക കേട്ടോ. വേവിക്കാനായിട്ട് ഇനി ഇതിന് നമ്മൾ വെള്ളം ഒഴിച്ച് വേവിക്കോ. ഞാനിത് കഴിച്ചിട്ടുണ്ടെങ്കിലും ഉണ്ടാക്കുന്ന ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. വെള്ളം ഒഴിക്കാവേ. വെള്ളം മതി. കുറച്ച് മാത്രം മഞ്ഞൾപ്പൊടി കേട്ടോ, കഷ്ണത്തിന് ആ ഒരു ടേസ്റ്റ് പിടിക്കാനായിട്ട്. ബാക്കി നമ്മൾ തേങ്ങ വറക്കുന്ന ഏറ്റവും അവസാന ഭാഗത്ത് വെക്കും. അതെ. മുളക് പൊടിയും കുറച്ച് നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ഇത്ര ഇടാം. നമുക്ക് പോരെങ്കിൽ ചേർക്കാം. പിന്നെ നമുക്ക് രജനീകാന്തിന്റെ അടപ്പ് വെച്ചിട്ട് അടയ്ക്കാം. ഇല്ല, രജനീകാന്ത് ഉണ്ട് കണ്ടോ. തേങ്ങ വറക്കുന്ന വീഡിയോ മിസ്സായി കേട്ടോ, അതുകൊണ്ട് നമ്മൾ പറയുകയാണേ. തേങ്ങ നമ്മൾ ചെറുതായിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി എന്നിവ ചേർത്ത് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയതിന് ശേഷം സ്റ്റൗവിൽ നിന്നെടുത്ത് മാറ്റി വയ്ക്കുക. തണുത്തതിന് ശേഷം വെള്ളം ചേർക്കാതെ മിക്സിയിൽ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. ഇത്രയേ ഉള്ളൂ നമുക്ക് അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ തക്കാളിക്ക് ചേർത്തെങ്കിലും പുളി കുറച്ച് കുറവാണ് കേട്ടോ. അപ്പം വാളംപുളി കുറച്ച് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്, അത് ഒഴിച്ചു കൊടുക്കാവേ. എണ്ണ കുറവാണ് കേട്ടോ നമ്മുടെ ആ തേങ്ങയ്ക്ക്. നന്നായി വിളഞ്ഞ തേങ്ങയല്ല, അപ്പോൾ അതിൻ്റേതായ രീതിയിൽ നന്നായിട്ട് എണ്ണ കുറവ് കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഇരിക്കുന്നത്. നമ്മൾ ഒഴിച്ച എണ്ണയുടെ മാത്രമേ ഉള്ളൂ. വറക്കാൻ നേരം കുറച്ച് എണ്ണ ഒഴിക്കുമല്ലോ, ആ ഒരു എണ്ണമയത്തിൻ്റെയാണ് കേട്ടോ. നല്ല തേങ്ങയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് ഇപ്പം നല്ല പേസ്റ്റ് പോലെ. അതെ. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇറക്കാം. വെണ്ടയ്ക്കൊക്കെ ഉടയാതെ നമ്മൾ മിക്സ് ചെയ്യണം കേട്ടോ. ഇനി ഇതിൻ്റെ എണ്ണ തെളിയുന്ന വരെ നമുക്ക് തിളപ്പിക്കാം. അതെ, ഈ സമയത്ത് ഉപ്പൊക്കെ ഉണ്ടോന്നൊക്കെ നിങ്ങൾ നോക്കിക്കോണം കേട്ടോ. അടിപൊളിയാണ് കേട്ടോ, ടേസ്റ്റ് ചെയ്ത് നോക്കിയേ.
അപ്പം ഇത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അവിടെ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഒക്കെ ഇഷ്ടപ്പെടും. നമ്മൾ തക്കാളിക്കയും വെണ്ടയ്ക്കയും വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എന്തായാലും ഒന്ന് വെച്ച് നോക്കുക കേട്ടോ. നമ്മുടെ കറി ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഒരിക്കലെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങൾ നിങ്ങൾ അറിയിക്കാൻ മറക്കണ്ട. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം. ടാറ്റാ.